എത്രയായി മോനെ പൈസ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അവനിപ്പോ ഇവിടുന്ന് മുങ്ങോ? എവിടെ മുങ്ങിയാലും ഞാനില്ലേ, പിടിച്ചെടുത്ത് കൈ കൊണ്ടുതരും. നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണല്ലേ? എന്താ പേര്? ബാലകൃഷ്ണൻ. നല്ല പേര്. പിന്നല്ലാതെ ബാലകൃഷ്ണൻ എങ്ങാനും ആയിരുന്നെങ്കിൽ നാറിപ്പോയേനെ. നിൽക്കുന്നു ബാലകൃഷ്ണൻ. പോടെ. ഹംസക്കോയ, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? കള്ള സ്വർണ്ണീകൻ എന്നെ കണ്ട് മാറിക്കളഞ്ഞു. അവര് തമ്മിൽ അടിച്ചു തീർക്കട്ടെ. അടിച്ചു തീർക്ക്. എന്താ ബാലകൃഷ്ണ? ഒന്നുമില്ല പത്താച്ചേട്ടാ, ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കുക. കംപ്ലീറ്റ് തൊലച്ചു. സമാധാനമായല്ലോ. അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ. പോളെ എന്തോ നിങ്ങൾക്കറിയോ, ഇവന്റെ പെങ്ങള് പൊരാറിയിക്കുമ്പോ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളൂ ഇവനെ രക്ഷിക്കാൻ. ഒരു ഈടും ഇല്ലാണ്ട് 35,000 രൂപ അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കോത്ത് താലി വീണത്. അംസക്കോയെ, മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. നമ്മളെ പേരെന്താ? മത്തായച്ചെന്ന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, 4 നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. മത്തായച്ചെന്തൊരു പൈസ എന്തേ തരുവാന്ന്? ഒന്ന് പോടോ മാപ്പിളെ. എടാ, ഇനി ഒരാഴ്ചയുള്ളൂ എന്റെ നബീസുന്റെ നിക്കാഹിന്. ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങിപ്പോകും. എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത്. നീ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ എന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞതെന്നറിയോ? ഇക്കാക്ക, എന്റെ കല്യാണം മുടങ്ങിയാലും സാരമില്ല, ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്നാ. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ 13 ജന്മം ഗുണം പിടിക്കൂല. ഹംസക്കോയ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നബീസുന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടത്തും. നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാം. നിനക്കെന്താ വിശ്വാസമില്ലേ? ഞാനല്ലേ തരാമെന്ന് പറയുന്നത്. അതാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്. വേണ്ട, മൂപ്പര് പറയട്ടെ. മൂപ്പരല്ല, മത്തായി. മത്തായി മൂപ്പര് പറയട്ടെ. എന്തായി, നിങ്ങൾ തരുമോ? അവരാരും അല്ലല്ലോ, ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത്. ദേ, നീ വെള്ളിയാഴ്ച വരുന്നു, പണവുമായി നമ്മൾ പോകുന്നു. നബീസുന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു. എന്താ? അല്ല, ഇത് വല്ലതും നടക്കുവോ? നടക്കും. നീ ഇപ്പൊ പോവാം. ഞാൻ പോകാം, പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച. ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ 10-15 ആളും ഉണ്ടാവും. അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലകൃഷ്ണ. നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ എന്റെ നബീസുവിന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും. ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. എടാ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പണം നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? പണം കിട്ടും മത്താച്ചേട്ടാ. എവിടെന്ന് കിട്ടുമെന്നേ. എന്റെ എത്ര ഉറപ്പ്? എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നബീസുന്റെ കല്യാണം നടക്കുമെന്നും. അവനോട് വേണമെങ്കിൽ ഒന്ന് കഞ്ഞി കുടിക്കാൻ പറ. ബാക്കിയുള്ളവർ കിടന്ന് ഉറങ്ങണം. എന്താ, നീ കഞ്ഞി കുടിക്കണില്ലേ? നിനക്കെന്താ വിഷമം? ഒന്നുമില്ല, നബീസുന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്റെ ഈ കൈകളിൽ കിടന്ന് വളർന്നവളാ അവള്, എന്റെ മറ്റൊരു പെങ്ങള്. ഇന്നവള് കല്യാണ പെണ്ണായി. ആ കല്യാണം നടക്കണം മത്തായിച്ചേട്ടാ. എങ്ങനെയും ഞാനത് നടത്തും. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. എടാ ബാലകൃഷ്ണ, സത്യം പറ, നീ വല്ല ബാങ്ക് കുത്തിപ്പിടിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുക? അതൊന്നും വേണ്ടി വരില്ല, പണം കിട്ടും. പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണോ നഗരത്തിലേക്ക് വന്നത്, എന്ത് നേടാനാണോ ഇത്ര നാൾ വലഞ്ഞത്, ആ ജോലി എനിക്ക് നഷ്ടമാവും.